എങ്ങനെയുണ്ടായിരുന്നു ധ്യാന്റെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫ് എൻട്രി ഉണ്ടായിരുന്നില്ല, പൊളിച്ചോ? സൂപ്പർ. സെക്കൻഡ് ഹാഫിന് ശേഷം നിവിൻ പോളിയുടെ ഒരു ഫുൾ സ്റ്റീലിംഗ് ദ ഷോ. അടിപൊളി പടം. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വിഷുവിന് വന്ന് കാണാം. നല്ല അഴിഞ്ഞാടി തന്നെ പറയാം. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നിവിൻ പോളി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ധ്യാന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? എല്ലാ പടത്തിലും ഇതിൽ ഭയങ്കരമായിട്ടൊരു എഫോർട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്, പക്ഷേ എന്നാലും അത്ര 100% പറയാൻ പറ്റില്ല. ഓക്കെ, ബോറടിക്കുന്നില്ല. പ്രണവ് എങ്ങനെയുണ്ടായിരുന്നു? പ്രണവ് കൊള്ളാം. പഴയ മോഹൻലാലിനെ കണ്ടു താടിയൊക്കെ വെച്ചുകൊണ്ട് ആ ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. നിവിൻ പോളിയോ സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയുടെ ഒരു കൈകാട്ടമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നിവിൻ പോളി കുറച്ച് കൊള്ളാം, കുഴപ്പമില്ല. ഇവരെങ്ങനെയാണ് പടം? ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. ആവറേജ് മോർ ദാൻ ആവറേജ്. എങ്ങനെയുണ്ടായിരുന്നു ധ്യാന്റെ പെർഫോമൻസ് ഒക്കെ? നന്നായിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഒരു കൈകാട്ടം തന്നെയായിരുന്നു. അടിപൊളി ഫിലിം. സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. ഞാൻ ഇതിനു മുന്നേ ഇത്രയും നന്നായിട്ട് അഭിനയിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഷാടികപ്പേരെ കൂട്ടമണി കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. പ്രണവ് മോഹൻലാൽ കല്യാണിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സീനാണ്. പ്രണവിനെ കണ്ടിട്ട് പഴയ മോഹൻലാലിനെ പോലെ അങ്ങനെ വല്ലതും തോന്നി? ഏതെങ്കിലും സീൻ കണ്ടിട്ട് ഒരു സീനില് തോന്നി. നിവിൻ പോളി എങ്ങനെ ഉണ്ടായിരുന്നു? നിവിൻ പോളി കോമഡി. നിവിൻ പോളി വന്നതിന് ശേഷമാണ് ഈ പടം സെക്കൻഡ് ഹാഫിലായിരുന്നു അടിപൊളി കോമഡിയൊക്കെ വന്നത്.